ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലാമ്മ വേദന കോളും കൊണ്ട് ഓടണം കേട്ടോ പുറത്തേക്ക് ഓടിയിട്ട് മോളേന്ന് വിളിച്ചിട്ട് അങ്ങനെ ഒറ്റ കരച്ചില്ല. മോളെ എത്ര നാളായി മോളെ ഇവിടുന്ന് പോയിട്ട് എന്നൊക്കെ പറയാം കേട്ടോ. ഇതൊന്നും കണ്ടിട്ട് നമ്മളെ നന്ദിനിക്ക് പിടിക്കുന്നില്ല. നന്ദിനി ശ്രീജന ഇങ്ങനെ വിളിക്കാൻ കേട്ടോ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് അതെ ഇപ്പം ആ പോയ പോക്കുണ്ടല്ലോ, നമ്മളെങ്ങാനും ഇവിടെ ഒന്ന് പോയി മാറി നിന്ന് നോക്കി വെക്കട്ടെ, ഈ ഒരു സ്നേഹമൊന്നും അമ്മയ്ക്ക് കാണൂല എന്ന് പറയും കേട്ടോ. നമ്മ രണ്ടാളും എന്ന് പറയും. അപ്പം ഞാനത് സഹിച്ചു എന്ന് ശ്രീജ പറയാണ് കേട്ടോ. അപ്പം നന്ദിനിക്ക് ദേഷ്യം വരികയാണേ. അവർ എഴുന്നേറ്റ് പോയി കഴിഞ്ഞ ശേഷം മാഷിങ്ങനെ പറയുന്നുണ്ട്, ദേ നീ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്, പക്ഷെ കൂടുതൽ ഏടാകൂടങ്ങളിലേക്ക് ചെന്ന് ചാടരുത് കേട്ടോ. വീണ്ടും വലിയ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് താങ്ങാൻ പറ്റൂല. ഇപ്പം എന്തായാലും വാസവും കേസ് പിൻവലിച്ചെന്ന് വിചാരിച്ചിട്ട് നിന്നോടുള്ള ദേഷ്യം പോലീസുകാർക്ക് എപ്പോഴും മാറിയിട്ടൊന്നുമില്ല. അപ്പം അത് നീ കണക്കാക്കണം എന്നൊക്കെ മാഷിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ശരി അച്ഛാ, ഞാനത് വേണ്ട പോലെ ചെയ്തോളാം. നീ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് വരണം. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, അത് നീ വന്നിട്ട് വേണം പറയാനായിട്ട് എന്നും മാഷ് പറയുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ശ്രീജനെ വിളിക്കാൻ കേട്ടോ മാഷ്. ശ്രീജയെ ഇവന് 2 ചപ്പാത്തി കൂടെ കൊടുക്കുക. വേണ്ട എടുത്തി, ഞാൻ കഴിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിക്രം എഴുന്നേറ്റ് പോകുകയാണ്. പിന്നെ കാണിക്കുന്നത് വേദയും കമലാമ്മയും കൂടി സംസാരിക്കുകയാണ്. അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്ന ചോദിക്കിട്ടു. മോളെ എത്ര ദിവസമായി നിന്റെ സൗണ്ട് ഒന്ന് കേട്ടിട്ടെന്നൊക്കെ പറയാൻ കേട്ടോ. സാറില്ല അമ്മേ എന്നൊക്കെ പറയും. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല അമ്മ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ആശ്വസിപ്പിക്കാൻ കേട്ടോ. എന്നാലും കമലാമ്മ പറയും, മോളെ എന്നാലും മോളെ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരണം എന്ന് പറയുമ്പോൾ വരാം അമ്മേ, അനിയൻകുട്ടനൊന്ന് ശരിയാവട്ടെ, എന്നിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണേ. അപ്പം കമലാമ്മ കരയണ്ടപ്പോൾ എനിക്കറിയാം അവസാനം കരച്ചിലിൽ തന്നെ ഇത് അവസാനിക്കുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം കമലാമ്മൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ വിക്രം. പിന്നെ വിക്രമും രാജേട്ടനും കൂടിയിട്ട് ജീപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജോസഫ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ മേടിക്കാൻ പോയിട്ടുണ്ട്, ഒരു പെൺകുട്ടിയുടെ ശ്രീലക്ഷ്മിയുടെ നമ്പർ മേടിക്കാനായിട്ട്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ നിന്ന് ജോസഫ് വണ്ടിയിൽ കയറുന്നുണ്ട് കേട്ടോ. നമ്പർ കളക്ട് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ജോസഫിനോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ ഒപ്പിച്ചടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ രാജേട്ടൻ. അതൊക്കെ ഒപ്പിച്ച് രാജേട്ടൻ, അതിനാണോ പണി എന്ന് പറഞ്ഞിട്ട് ആ നമ്പർ അങ്ങോട്ട് വിക്രമിൻ്റെ കയ്യിൽ കൊടുക്കാനിട്ട്. എന്നാലും നീ ഇതെങ്ങനെ ഒപ്പിച്ചു? അതെ, അത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. എന്ത് കാര്യങ്ങൾ? അന്നേ ഞാൻ നമ്മുടെ വിക്രമ കല്യാണം മുടക്കിയ സമയത്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വൈറലായിട്ടുണ്ടായില്ലോ. ആ വൈറലായിട്ടുള്ള വീഡിയോയിൽ ഇവരെ കുറിച്ചും ഉണ്ടായിരുന്നു. പിള്ള സാറിൻ്റെ പെങ്ങളെ മോളെ കാമുകനെയും കൂടിയിട്ട് ഒളിച്ചോടാൻ സമ്മതിക്കാത്തത് കൊണ്ട് സമ്മതിക്കാണ്ട് ആണ് അന്നത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുവഴി നമ്പർ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേഗം തന്നെ ആ നമ്പറിലേക്ക് വിക്രം വിളിക്കുകയാണ്. അങ്ങനെ ശ്രീലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് ആരാന്ന് ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ ഒരു വോയിസ് നോട്ട് അയക്കാം, ആ വോയിസ് നോട്ട് കേട്ട് കഴിഞ്ഞതിന് ശേഷം എന്നെ ഈ നമ്പറിലേക്ക് തിരിച്ച് വിളിക്കാൻ പറയും. അങ്ങനെ ഒരു വോയിസ് നോട്ട് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ ആ വോയിസ് നോട്ട് കേട്ട വഴിക്ക് പെട്ടെന്ന് ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ. സന്തോഷിൻ്റെ വോയിസ് നോട്ടാണ്. അപ്പോൾ ശ്രീലു എന്ന് വിളിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ വോയിസ് നോട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് കുറേ നേരം ഇരുന്ന് കരഞ്ഞതിന് ശേഷം വീണ്ടും ആ വോയിസ് കേൾക്കുകയാണ്. ശ്രീലു, എത്ര നാളായി ഞാൻ ശ്രീനുവിലൊന്ന് വിളിക്കാൻ ശ്രമിക്കുന്നത്, പഴയ നമ്പറിൽ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷേ കിട്ടുന്നില്ല. ഞാനിവിടെ ഇടുക്കിയിലുണ്ട്, ഒരു ടീ എസ്റ്റേറ്റിൻ്റെ മാനേജറാണ്. അവിടെയാണ് അവിടെ നിന്നാണ് ഇവർ വന്നിട്ടുള്ളത്. നമ്മളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് നിന്നോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നീ ഈ വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം എന്നെ ഒന്ന് വിളിക്കുമോ ശ്രീലു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വോയിസ് നോട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ശ്രീലക്ഷ്മി വിക്രമിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, ഇപ്പം തന്നെ സന്തോഷിന് നമ്പർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ നമ്പർ അയച്ചു കൊടുക്കുകയും ശ്രീലക്ഷ്മി അപ്പം തന്നെ സന്തോഷിനെ വിളിക്കുകയും ചെയ്യാൻ കേട്ടോ. സന്തോഷിനെ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയുമ്പോഴേക്കും ശ്രീലക്ഷ്മി ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല കേട്ടോ. കരച്ചിൽ തന്നെയാണ്. കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ ശ്രീലക്ഷ്മി ആണതെന്നുള്ള കാര്യം മനസ്സിലാവാണ് കേട്ടോ. അപ്പോൾ സന്തോഷ് പറഞ്ഞിട്ട്, കരയല്ലേ ശ്രീലക്ഷ്മി, കരയല്ലേ എന്ന് പറയാൻ കേട്ടോ. എത്ര നാളായി ഞാൻ ഈ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ സന്തോഷ് പറയുന്നുണ്ട്, ഞാൻ പഴയ നമ്പറിൽ ഒരുപാട് ശ്രമിച്ച് നോക്കി, പക്ഷേ കിട്ടിയില്ല. ഇപ്പോൾ ഞാനിവിടെ ഇടുക്കിയിലാണ് ഉള്ളത് എന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്ക് നിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആശ്വാസമായി. ശ്രീലക്ഷ്മി, നമ്മൾ ഒരുമിച്ച് അന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്താണ് കേട്ടോ. അന്ന് നമ്മൾ എത്ര സന്തോഷത്തോടു കൂടിയിട്ട് ജീവിച്ചേനെ.
അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ, പക്ഷെ അന്ന് അങ്ങനെ സംഭവിക്കാൻ കാരണക്കാരായവർ തന്നെ നമ്മളെ ഒരുമിപ്പിക്കാന്ന് ഇപ്പം നമുക്ക് വാക്ക് തന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആര് എന്ന് ചോദിക്കാണ്ടോ ശ്രീലക്ഷ്മി. വിക്രം ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ നിർബന്ധിച്ച് താലി കെട്ടിയില്ലേ, അവരിപ്പോൾ ഇവിടെ ഉണ്ട് ഇടുക്കിയിൽ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനായിട്ട് അവർ സമ്മതിച്ചു. അവർ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിക്രമിൻ്റെ കൂടെ ശ്രീലു ഇങ്ങോട്ട് വരില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീലക്ഷ്മി പറയും ഞാൻ ഉറപ്പായിട്ടും വരും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ കുറേ നേരം സംസാരിക്കുന്നുണ്ട്. കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോൾ ജോസഫ് പറയുന്നത് എന്താ അവർ ആ പെൺകുട്ടി വിളിക്കാത്തത്. അപ്പോൾ വിക്രം പറയും കുറേ നാളായിട്ടല്ല അവർ തമ്മിൽ സംസാരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും. എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ ജോസഫ്. അന്നേരം വിക്രം പറയണത് അത് പ്രണയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നിനക്കതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാ. ചിലപ്പോൾ സമയത്തിന് ബോറടിക്കായിരിക്കും, എന്നാലും പ്രണയിക്കുന്നവർക്ക് ബോറടിക്കില്ല എന്ന് പറയട്ടോ. അപ്പം രാജേട്ടൻ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കാണ്. അതിന് ശേഷം ശ്രീലക്ഷ്മി വിക്രമിനെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് വിക്രം പറയാണ് കൂടെ ഇറങ്ങി വരാൻ തീരുമാനിച്ചു ചോദിക്കുമ്പോൾ ഞാൻ വരും ഉറപ്പായിട്ടും വരും എന്ന് പറയുകയാണേ. അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ സമയം പകൽ പറ്റില്ല, പകല് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടി ഉണ്ടാവും. പിന്നെ രാത്രി ഇവിടെ ഉള്ളവരൊക്കെ കിടക്കുമ്പോൾ ഒരുപാട് സമയം 2 മണിയൊക്കെ ആവും. ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, ഏത് സമയമെന്ന് വെച്ചാൽ ശ്രീലക്ഷ്മി പറഞ്ഞാൽ മതി. ഒരു 3-3:30 ആകുമ്പോൾ എന്ന് പറയട്ടെ. ആ ശരി 3:30 ആകുമ്പോൾ ഞാൻ ഗേറ്റിന് അടുത്തുണ്ടാവും, ശ്രീലക്ഷ്മി ഇറങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ കോള് കട്ട് ചെയ്യുകയാണേ. പിന്നെ കാണിക്കുന്നത് ജോബിൻ്റെ അടുത്തേക്ക് ആ പോലീസുകാരൻ വരികയാണ് കേട്ടോ. പോലീസുകാരൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. ജോബിനോട് പറയുകയാണ് ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയപ്പോൾ ഞാനൊരാളെ കണ്ടു. എൻ്റെ ബാച്ച്മേറ്റാണ്, സാബു എന്നാണ് പേര്. ആള് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കുറച്ച് അപകട നിലയിൽ കിടക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഞങ്ങളുടെ കുറച്ച് ആൾക്കാർ നിന്ന് കുറച്ചൊരു ഫണ്ട് സമാഹരിച്ചിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് പോയത്. അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴാണ് എനിക്ക് സാബുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നതെന്ന് ജോബി പറയാം. ഈ സാബുവിന് ഒരു ആക്സിഡൻ്റ് അല്ല, മറിച്ച് ആരോ ആക്രമിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് നീ അറിയുന്ന ആളാണ്, ഞാൻ അറിയുന്ന ആളോ? ആ പെണ്ണുണ്ടല്ലോ, ആ തോട്ടത്തിൽ പണിയെടുക്കുന്ന പെണ്ണ്, ഏത് വേദയോ? അവളുടെ ഭർത്താവ് വിക്രമോ എന്ന് ചോദിക്കട്ടെ. അതെ, വിക്രമിൻ്റെ നിന്ന് കിട്ടിയതാണ് ആ പണി. അപ്പോൾ എന്തായാലും എന്നോട് നേരിട്ടൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും സാബുവിന് അവനോട് ദേഷ്യം ഉണ്ടെങ്കിലും അവൻ്റെ പേര് പറയുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട് എന്ന് പറയട്ടോ. എന്തായാലും അവനെ കൊടുക്കണമെന്നുണ്ടെങ്കിലേ ആ പെൺകുട്ടിയുടെ ആങ്ങളുണ്ടല്ലോ, ശ്രീകാന്ത് എന്നാണ് അയാളുടെ പേര്. അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളും കമ്പനികളും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ അയാളുടെ അടുത്ത് ഇവർ രണ്ടുപേരും എവിടെ ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ തക്കതായിട്ടുള്ളൊരു പ്രതിഫലം തരും എന്ന് പറയും കേട്ടോ. അപ്പോൾ ജോബി പറയും എനിക്കിപ്പോൾ തൽക്കാലം കാശൊന്നും വേണ്ട, പക്ഷേ ഇവർക്കുള്ള പണി ഞാൻ കൊടുക്കും. അപ്പോൾ മറ്റേ പോലീസുകാരൻ കാശ് നീ എന്തായാലും വേണ്ടാന്ന് വെക്കണ്ട, കാശ് നീ മേടിച്ചോ, എന്നിട്ട് അത് മുഴുവനായിട്ട് എനിക്ക് തന്നോ, നീ എടുക്കണ്ടെന്നുള്ളേ, നിനക്ക് വേണ്ടാന്നല്ലേ ഉള്ളൂ എന്ന് പറയട്ടോ. അപ്പം ജോബി ചിരിച്ചു ശരി എന്തായാലും ഞാൻ പോകും, എനിക്ക് പോയേ പറ്റൂ, കാരണം എനിക്ക് അവർക്കിട്ടൊരു പണി കൊടുക്കണം, എനിക്ക് എന്തായാലും ഒരു പണി തന്നതല്ലേ, തിരിച്ചൊരു പണി ഞാൻ കൊടുത്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പിരിയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വേദന ഫോണിലേക്ക് വിക്രം വിളിക്കാൻ കേട്ടോ. ഹലോ ഞാനാന്ന് പറയുമ്പോൾ മനസ്സിലായി എന്ന് പറയും കേട്ടോ. എന്നിട്ട് എന്തായി അവിടുത്തെ കാര്യങ്ങൾ, ഇന്ന് രാത്രി ശ്രീലക്ഷ്മി GP കയറും എന്ന് പറഞ്ഞു. ശരിക്കും ഇത്ര പെട്ടെന്ന് നോക്കിയിട്ട് ഉറപ്പായിട്ടും ഇന്ന് വെളുപ്പിന് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടോ. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ആയിട്ടുണ്ട്. എന്തായാലും അത് നല്ല കാര്യം തന്നെയെന്ന് പറയട്ടോ. എന്തായാലും വിക്രം വെച്ചോ. എൻ്റെ വെക്കിന് അതൊന്നും ശരിയാവില്ല, എനിക്ക് സംസാരിക്കണം എന്ന് പറയട്ടോ. അന്നേരം വേദ അതേ ഞാൻ എൻ്റെ പണിസ്ഥലത്താന്ന് പറയട്ടോ. ആയിക്കോട്ടെ, ആ പണിസ്ഥലത്തെ മാനേജറെ കല്യാണക്കാരിയാണ് ഈ പറയുന്നത്, അപ്പോൾ കുറച്ച് നേരം സംസാരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയട്ടോ. അങ്ങനെ ഇവർ സംസാരിക്കണമെന്ന് ജോസഫ് പറയും ഇവർ എന്ത് സംസാരിക്കുന്നത്, എത്ര നേരമായി തുടങ്ങിയിട്ട് എന്ന് പറയട്ടോ. എനിക്കിങ്ങനെ ഈ പ്രേമിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല എന്ന് പറയട്ടോ. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ചിരിച്ചു കളിച്ചൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജേട്ടൻ മനസ്സിലായി എന്ന് പറയട്ടോ. നിൻ്റെ വീടിൻ്റെ അടുത്ത് മുരുക്ക് എങ്ങാനുണ്ടാന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ മുരുക്കോ ഇല്ല, അപ്പുറത്തെ വീട്ടിൽ ഇക്കാൻ്റെ വീട്ടിലുണ്ടെന്ന് പറയും. എന്നാലേ നീ പോരുമ്പോൾ ഉണ്ടല്ലോ 2-3 തവണ അങ്ങനെ കയറിക്കോ എന്നൊക്കെ പറയൂട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാണേ. അതിനുശേഷം വിക്രമാണെന്നുണ്ടെങ്കിൽ വിക്രമിന് ഒരു ഉമ്മ കൊടുക്കാണ് കേട്ടോ. അപ്പോൾ വിക്രം എന്തത് എന്താടോ ഞെട്ടിപ്പോയോ? അല്ല പതിവില്ലാത്തതായത് കൊണ്ട് എന്ന് പറയട്ടോ. ഇനിയിപ്പോൾ പതിവില്ലാത്തതൊക്കെ കിട്ടും. അങ്ങനെ തിരികെ വിക്രമും ഒരു ഉമ്മൊക്കെ കൊടുത്തിങ്ങായിട്ട് അങ്ങനെ കോള് കട്ട് ചെയ്യുകയാണേ. എന്ത് ഭയങ്കര സന്തോഷത്തോടു കൂടി ചായ എടുക്കുമ്പോൾ ജോസഫ് ഈ ചായ ഒക്കെ തണുത്തല്ലോ എന്ന് പറയുകയാണേ. അപ്പോൾ ജോസഫ് പറയും എത്ര നേരമായി നീ ചെന്ന് നിന്നിട്ട് പ്രണയിക്കാൻ തുടങ്ങിയിട്ട്, നിനക്ക് ചായ ചൂടാറൊന്നും അറിഞ്ഞൂടെ? നീ ഒരു കാര്യം ചെയ്യ്, പ്രണയിച്ച് നെഞ്ചങ്ങോട്ട് ചൂടായി തിളച്ചിരിക്കല്ലേ, നെഞ്ചത്തോട്ട് അങ്ങോട്ട് ആ ഗ്ലാസ് വെച്ചോ, അപ്പോൾ ചായ ചൂടായിക്കോളും.
അപ്പോൾ അത് പറഞ്ഞ വഴിക്ക് വിക്രം അത് ക്ലാസ് നെഞ്ചെത്തിക്കണം. ആ ജോസഫേ ശരിയാണ് കേട്ടോ, ചായ ഇത്തിരി ചൂടായിട്ടുണ്ട്. അയ്യേ ഇവനെന്താ ഇങ്ങനെ, വാ ജോസ് കേട്ടോ നമുക്ക് എഴുന്നേറ്റ് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം കേട്ടോ. അവർ ശരിക്കും വിക്രമിൻ്റെ ഒരു മാറ്റം കണ്ടിട്ട് തന്നെ ഒരു അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിൽ ചിരിച്ചും കൊണ്ട് ആ ചായ ഒക്കെ കുടിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീനി സാറിൻ്റെ അടുത്തേക്ക് രാത്രി വിക്രമ വരികയാണ്. വിക്രമിനെ കണ്ട വഴിക്കുന്ന ശ്രീനി സാറിന് ഭയങ്കര സന്തോഷമായിട്ട്, വിക്രമേ നീയോ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ വായോ നീ അകത്തേക്ക് വാന്ന് പറയട്ടോ. അപ്പോൾ നീ എവിടെയായിരുന്നു ഇത്ര നാളെന്ന് പറയും കേട്ടോ. അതൊക്കെ ഉണ്ട് ശ്രീനി സാർ, അതൊക്കെ ഞാൻ പറയാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം സാറിനോട് പറയാനുണ്ട്, അതിനു വേണ്ടി വന്നതാ. വായോ അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചിട്ട് പോകുകയാണേ. അങ്ങനെ അകത്ത് ചെന്നിരുന്നിങ്ങോട്ട് നീ എവിടെയായിരുന്നടാ ഇത്ര നാൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറയാം സാറേ, എന്തായാലും എനിക്ക് ഭയങ്കര വിഷമമായി സാറ് ഇലക്ഷനിൽ ഞാൻ കാരണം. അതിനെന്താ നീ കാരണം എന്ന് ആര് പറഞ്ഞു? ജനങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അത് ഞാൻ കാരണമല്ലേ എന്നാര് പറഞ്ഞു? ഞാൻ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ടല്ലേ? നീ തെറ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ, അതിനൊരു പ്രശ്നമൊന്നുമില്ല. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കേണ്ട. നീ ഇത്ര നാൾ എവിടെയായിരുന്നു? നീ എന്തിനാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്? നീ അങ്ങനെ മാറി നിൽക്കൊന്നും വേണ്ട, നീ എത്രയും പെട്ടെന്ന് വന്നോ. അനിയക്കൂട്ടനും വേദയൊക്കെ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറയാം. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാം. നീ പറഞ്ഞല്ലോ അത്യാവശ്യ കാര്യം ഉണ്ടെന്ന്. എന്താ നിനക്ക് അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പറയാനായിട്ട് ഇങ്ങനെ ഒരു മടി പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മടിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നീട് പ്രമോ കാണിക്കുന്നതിൽ ശ്രീലക്ഷ്മി പറഞ്ഞ കറക്റ്റ് അതേ സമയത്തിന് തന്നെ ബാഗൊക്കെ ആയിട്ട് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ വിക്രമിൻ്റെ കൂടെ ജീപ്പിൽ കയറിയിട്ട് പോകുന്ന വഴിക്ക് കുറച്ച് ആൾക്കാർ, അതായത് ശ്രീലക്ഷ്മിയുടെ ആൾക്കാർ തന്നെ അറിഞ്ഞ് വിക്രമിനെ അടിക്കാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ജോസഫും അതുപോലെ തന്നെ വിക്രമൊക്കെ കൂടിയിട്ട് അവരൊക്കെ അടിച്ച് ശരിയാക്കിയിട്ട് നമ്മൾ ശ്രീലക്ഷ്മിനെയും കൊണ്ട് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.